ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്കാണെങ്കിൽ തന്നെ ഒന്ന് കണ്ടാക്കൊള്ളാമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. ഓരോ ദിവസവും അതിങ്ങനെ കൂടിക്കൂടി വരിക. അയ്യോ, അങ്ങനെ കാണാനൊന്നും പറ്റത്തില്ല. ഞാനേ ഒറ്റയ്ക്ക് ഇവിടുന്ന് പുറത്തു പോകാറില്ല. ഇതൊരു സാധാരണ ഫോൺ വിളിയല്ലല്ലോ. സ്വന്തം ഭർത്താവിനെ 7 വർഷം പൂട്ടിയിട്ട് പീഡിപ്പിച്ച നിങ്ങൾക്ക് ഇത് പറയാൻ എന്ത് യോഗ്യതയുള്ളത്? നന്ദേട്ടന്റെ ജീവിതം നിങ്ങൾ തകർത്തു. ഇനിയും ഞങ്ങളുടെ ജീവിതം കൂടി തകർക്കാനുള്ള പുറപ്പാടിലാണെങ്കിൽ അതിന് വെച്ച് വെള്ളം അങ്ങ് വാങ്ങി വെച്ചാ മതി. വെച്ചിട്ട് പൊയ്ക്കോ അവിടുന്ന്. അവളുടെ ഒരു വിശ്വാസം. നീ നോക്കിക്കോ, നിന്റെ ഈ വിശ്വാസം ഞാൻ ഒരു ദിവസം തകർത്ത് തരിപ്പണമാക്കും. സച്ചേട്ടനെ കുറിച്ച് കുറ്റം പറയാൻ വന്നിരിക്കുന്നു. ഇവരെ പോലെ 1000 പേര് വിചാരിച്ചാലും എന്നെ സച്ചേട്ടനെ തമ്മിൽ തെറ്റിക്കാൻ കഴിയില്ലെന്ന് ഇവർക്കറിയില്ലല്ലോ. അവളൊരു സാവിത്രി. സച്ചി പുണ്യാളനാണെന്ന് അവൾ എന്നോട് വെല്ലുവിളിക്കുന്നു. അവന്റെ കൂടെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടെന്ന് പറഞ്ഞിട്ടും അവക്ക് വിശ്വാസം അവനെയാ. അവന്തിയേക്ക് ഇനിയും അർച്ചനയെയും സച്ചിയെയും മനസ്സിലായില്ലേ? അവരെ തമ്മിൽ തെറ്റിക്കാൻ നല്ലതുപോലെ ബുദ്ധിമുട്ടേണ്ടി വരും. അത്ര എളുപ്പത്തിലൊന്നും അത് നടക്കില്ല. അവൾ ഇപ്പൊ വിശ്വസിക്കണ്ട. തെളിവുകൾ ഓരോന്നായി ഞാൻ അവളുടെ മുന്നിൽ നിരത്തും. അന്ന് അവള് വിശ്വസിക്കും. ശരിക്കും അവന്തിക പറഞ്ഞത് സത്യമാണോ? സച്ചിയുടെ കൂടെയുള്ള പെണ്ണും സച്ചിയും തമ്മിൽ പ്രേമമാണെന്ന് അവന്തിക്ക് ഉറച്ച വിശ്വാസമുണ്ടോ? എനിക്കുറപ്പുണ്ട്. അവൻ അവളെ ചതിക്കുക. അവര് തമ്മിൽ അത്രയ്ക്ക് അടുത്തിടപഴകുന്നത് ഞാൻ കണ്ടതല്ലേ. ഞാൻ തന്നെ അത് ഷൂട്ട് ചെയ്യായിരുന്നു. അപ്പോഴേക്കെന്റെ മൊബൈൽ ഓഫായി പോയി. ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ അതിന്റെ തെളിവ് ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തേനെ. ഇക്കാര്യത്തിൽ ഇനി ചെയ്യേണ്ടത് മൂർത്തിയാ. ഞാൻ എന്താ ചെയ്യേണ്ടത്? അവൾ ആരാണ്, എന്താണ് അവര് തമ്മിലുള്ള ബന്ധം, അതൊക്കെ കണ്ടെത്തണം. അതിനൊരു വഴിയേ ഉള്ളൂ. സച്ചിയെ മൂർത്തി ഫോളോ ചെയ്യണം. അത് ഞാൻ ഏറ്റു. അവൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് കണ്ടെത്തണം. സച്ചി ആ വീട്ടിൽ വരുന്നുണ്ടോ, പുറത്തു വെച്ച് കാണുന്നുണ്ടോ, അതെല്ലാം കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാം. അവനെതിരെയുള്ള എല്ലാ തെളിവുകളും നമുക്കുണ്ടാക്കാം. ഇനി അങ്ങോട്ടുള്ള സച്ചിയുടെ ദിവസങ്ങളെല്ലാം മൂർത്തിയുടെ കൺമുന്നിൽ തന്നെ ആയിരിക്കണം. അവന്റെ ഓരോ പ്രവൃത്തികൾക്കും യാത്രകൾക്കും പിന്നാലെ മൂർത്തി ഉണ്ടാവണം. എന്ന് പറഞ്ഞ സച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം മുതൽ അവന്റെ പിന്നാലെ ഞാൻ ഉണ്ടാവണം എന്നല്ലേ? ഉണ്ടാവും. അവൻ പോകുന്നിടത്തെല്ലാം എന്റെ ഈ 2 കണ്ണുകളും അവന്റെ പിന്നാലെ ഉണ്ടാവും. ഇതൊരു ഗോൾഡൻ ചാൻസാ. ഇതുപയോഗിച്ച് അർച്ചനയും സച്ചിയും തമ്മിൽ തെറ്റിക്കണം. ഹലോ, എന്താ വക്കീലെ? ഓ ആണോ? കൗൺസിലിംഗ്. ഓക്കെ, ആ ഡീറ്റെയിൽസ് എനിക്ക്. ശരി. വക്കീൽ എന്തിനാ വിളിച്ചത്? ഡിവോഴ്സ് കേസിന്റെ നടപടികൾ കോടതിയിൽ തുടങ്ങാൻ പോവാ. കൗൺസിലിംഗ് അടുത്ത ദിവസം ഉണ്ടാവുന്ന വക്കീൽ വിളിച്ചു പറഞ്ഞത്. ഡിവോഴ്സ് കേസ് അവർ പിൻവലിക്കില്ല അല്ലേ? ഹേ, ഒരിക്കലുമില്ല. പക്ഷേ ഒരിക്കലും ഡിവോഴ്സിന് ഞാൻ സമ്മതിക്കില്ല. കോടതിയിൽ അയാൾ കാണാൻ പോകുന്നത് അവന്തികയുടെ മറ്റൊരു മുഖമായിരിക്കും. ഹായ് ഹരീഷ്. ഹരീഷ്, എവിടെയായിരുന്നു 2 ദിവസം? പുതിയ പാട്ടുകളൊന്നും പോസ്റ്റ് ചെയ്തില്ലായിരുന്നല്ലോ. 2 ദിവസം പ്രോഗ്രാം ഉണ്ടായിരുന്നു. റിഹേഴ്സലൊക്കെ ആയിട്ട് ആകെ തിരക്കായിരുന്നു. അതുകൊണ്ടാ പുതിയ പാട്ടുകളൊന്നും ഇടാത്തത്. അല്ല, നമ്മളിങ്ങനെ ഫോണിൽ മാത്രം സംസാരിച്ചാൽ മതിയോ? പിന്നെന്ത് വേണം? നമുക്കൊന്ന് നേരിൽ കാണണ്ടേ? പ്രൊഫൈലിൽ താനൊരു ഫോട്ടോ പോലും ഇട്ടിട്ടില്ലല്ലോ. എനിക്കാണെങ്കിൽ തന്നെ ഒന്ന് കണ്ടാക്കൊള്ളാമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. ഓരോ ദിവസവും അതിങ്ങനെ കൂടിക്കൂടി വരിക.
അയ്യോ അങ്ങനെ കാണാനൊന്നും പറ്റത്തില്ല. ഞാനേ ഒറ്റയ്ക്ക് ഇവിടുന്ന് പുറത്തു പോകാറില്ല. ഇതൊരു സാധാരണ ഫോൺ വിളി അല്ലല്ലോ. പെണ്ണെവിടെയോ ഒന്ന് ചുറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്ലീസ് അനഘ, എനിക്കൊന്ന് കാണണം. ഞാനൊന്ന് വീട്ടിലേക്ക് വരട്ടെ. അയ്യോ അത് വേണ്ട. വേണ്ട, ഞാൻ ഫോൺ വെക്കാണേ. ഇതത് തന്നെ. വെക്കല്ലേ വെക്കല്ലേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? സ്നേഹ പ്ലീസ് പ്ലീസ്. എന്നെ ശരിക്കും ഇഷ്ടമായിട്ടാണോ താൻ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്? പ്ലീസ്. പിന്നെ അല്ലാതെ എന്താ അങ്ങനെ ചോദിച്ചേ? പെട്ടെന്ന് എന്ത് പറ്റി? ശബ്ദത്തിന്റെ ഒരു മാറ്റം. എന്ത് മാറ്റം? ഒരു മാറ്റവും ഇല്ല. തോന്നിയതായിരിക്കും. എന്നാ പിന്നെ തോന്നിയതായിരിക്കും. അതെ, ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? പറയൂ കനക, ഞാൻ ഏത് പാട്ടാ ഇന്ന് പോസ്റ്റ് ചെയ്യേണ്ടത്? അത് പിന്നെ ഇഷ്ടമുള്ളൊരു പാട്ട് മതി. പ്ലീസ് പ്ലീസ്. പക്ഷെ ലവ് സോങ് തന്നെ വേണം. ലവ് സോങ്ങിന് പോസ്റ്റ് ചെയ്യണേ. ശരി, ഞാൻ ഫോൺ വെക്കട്ടെ. അപ്പൊ നമ്മൾ കാണുന്ന കാര്യം നമുക്ക് പിന്നെ കാണാന്നേ. സത്യം പറയടി, ആരാ ഇവൻ? എനിക്കറിയില്ല. നിക്കടി അവിടെ. നിനക്കറിയാഞ്ഞിട്ടാണോ അവൻ ഇത്രയും നേരം എന്നോട് പ്രേമം വിളമ്പിക്കൊണ്ടിരുന്നത്? എന്തൊരു ഒലിപ്പിലായിരുന്നു. സത്യം പറഞ്ഞോണം, നീ എങ്ങനെ ഇവനെ വളച്ചത്? ഞാനെങ്ങും വളച്ചില്ല. എന്റെ പിന്നാലെ വന്നതാ. എങ്ങനെ വന്നു? ഇന്റർനെറ്റിൽ അവന്റെ പാട്ട് കേട്ടിട്ട് ഞാൻ ഫോളോ ചെയ്തു. ഓഹോ, അവന്റെ പാട്ട് അത്രയ്ക്ക് സൂപ്പറാണല്ലേ? നല്ലതുപോലെ പാടും. ഗാനമേളയിലൊക്കെ പാടുന്ന ആളാ. ഓഹോ, അത് ശരി. അപ്പൊ പാട്ടിലൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ പ്രേമം അല്ലേ? എനിക്കങ്ങനെ പ്രേമൊന്നുമില്ല. സത്യം പറയടി, പറഞ്ഞില്ലെങ്കിൽ ഒറ്റ വീക്ക് വെച്ചിരുന്ന. പറയടി, നിനക്ക് പ്രേമമില്ലേ? ചെറുതായിട്ട്. അപ്പൊ ചെറുതായിട്ടുണ്ട്. പക്ഷേ ഇവന്മാരെയൊക്കെ സൂക്ഷിക്കണം. സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ പരിചയപ്പെട്ടിട്ട് അവസാനം നമ്മൾ ചതച്ചിട്ട് പോവും. ഹരീഷ് അങ്ങനെയുള്ള ആളല്ല. ഓഹോ, ഹരീഷ് അതാണല്ലേ പേര്? അത് ശരി. അപ്പൊ അത്ര വരെയൊക്കെ എത്തിയല്ലേ? അതുകൊണ്ടല്ല, അവൻ വളരെ ജെന്യൂൻ ആയിട്ടാ സംസാരിക്കുന്നത്. എന്ന് ആര് പറഞ്ഞു? എന്റെ പെണ്ണെ, ഈ പ്രേമം മൂത്തിരിക്കുമ്പോഴേ എല്ലാ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തന്നെ തോന്നും. കാമുകന്മാരെ പറയുന്നതൊക്കെ ജെന്യൂൻ ആണെന്ന്. പിന്നല്ലേ മോളെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നേ. ഇവന്മാര് നല്ല ഭംഗിയായിട്ട് നമ്മളെ തേച്ചിട്ട് പോവും. എനിക്കങ്ങനെ തോന്നുന്നില്ല. അത് ശരി. അപ്പൊ അവന്റെ സംസാരത്തിൽ നീ ശരിക്കും വീണു.